നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തെയാണ് പറയുന്നത്. സെപ്റ്റംബർ മാസം എന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട മാസമാണ്. ചിങ്ങമാസത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓണം ഒക്കെ സെപ്റ്റംബർ മാസത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്രധാനപ്പെട്ട മാസമായിട്ട് തന്നെ നമുക്ക് കരുതാം. അതുകൊണ്ട് എല്ലാവർക്കും സെപ്റ്റംബർ മാസത്തിലെ നക്ഷത്ര ഫലവും പ്രാധാന്യമുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരുടെ 5ാം ഭാവത്തിൽ ബുധനും സൂര്യനും ഒക്കെ വരികയാണ്, ശുക്രനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള മേടക്കൂറുകാർക്ക് വളരെ അനുകൂല സമയമാണ്. പഠനത്തിന് ഉത്തമമായിട്ടുള്ള കാലമാണ് ഇത് പ്രയോജനപ്പെടുത്തുക. കൂടാതെ വീട് വാങ്ങുന്നതിനും ഭൂമി വാങ്ങുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. പൊതുവെ കഷ്ടപ്പാടുകളൊക്കെ മാറി സുഖാവസ്ഥ വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൃഷിയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. തീർത്ഥയാത്രകൾ നടത്തുന്നതിനും വിനോദയാത്രകളൊക്കെ നടത്തുന്നതിനുമൊക്കെ വളരെ നല്ല അനുകൂല സമയമാണ്. കേസ് വഴക്കുകളൊക്കെ നടന്നിരുന്നവർ മധ്യസ്ഥർ മൂലം ഇടപെട്ട് അതൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അതൊക്കെ പരിഹരിക്കുന്നതിനും ഇരു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ പരിണമിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. പഴയ വാഹനമൊക്കെ മാറ്റി വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കൃഷി രംഗത്തുള്ളവർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സെപ്റ്റംബർ മാസം വളരെ അനുകൂലമാണ്. വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ച് കഴിയുന്നവർക്ക് അതിനൊക്കെയുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നൂതന ആശയങ്ങൾക്ക് പ്രാവർത്തികമാക്കി അതിലൊക്കെ വിജയം നേടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ തേടിയെത്തുന്നതാണ്. മേടക്കൂറുകാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പഞ്ചാമൃത അഭിഷേകം, പഞ്ചാമൃത വഴിപാട് എന്നിവയൊക്കെ നടത്തുക. കൂടാതെ മഹാവിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും വളരെയേറെ ഗുണപ്രദമാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളുകളായി തുടർന്നു വന്നിരുന്ന മാനസിക സംഘർഷം ഒക്കെ ഇല്ലാതാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. അതൊക്കെ ഒരു വിധത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് പറയാം. വിദ്യാഭ്യാസത്തിനൊക്കെ മുടക്കം വന്നിരുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ ഏതെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും അവസരങ്ങൾ വരും. കൂടാതെ ഇടവക്കൂറുകാരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ അനുകൂല സ്ഥിതിയിലേക്ക് വന്നു ചേരാം. വീട് മോടി പിടിപ്പിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹാലോചനകളൊക്കെ നടക്കുന്നവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വന്നു ചേരും. സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് അതും ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്ന ഇടവക്കൂറുകാർ അത് തൽക്കാലം നിർത്തിവെക്കുക. സമയം അനുകൂലമല്ല. എഞ്ചിനീയറിംഗ് മേഖല, ആതുര ശുശ്രൂഷ രംഗം, മെക്കാനിക്കുമാർ എന്നീ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂല സമയമാണ്. സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിൽ തങ്ങളുടെ അശ്രാന്ത പരിശ്രമവും ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനവും മൂലം വീണ്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും നിലവിലുള്ള സ്ഥാനമാനങ്ങളിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ശരീരബലം ഉണ്ടാകുന്നതാണ്. ഇഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ കാര്യലാഭവും ഉണ്ടാകുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം വഴിപാടായി നടത്തുന്നത് നല്ലതാണ്. കൂടാതെ ഇടവക്കൂറുകാർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാഞ്ജനം, എള്ളുപായസം എന്നീ വഴിപാടുകളെ നടത്തുക. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുക. ചെലവുകൾ ഒക്കെ അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികമായി വന്നു ചേരേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടായേക്കാം.
ദൈവാധീനക്കുറവുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ക്ഷേത്ര ദർശനം, വഴിപാടുകൾ എന്നിവ നടത്തി ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുമൂലം കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുന്നതാണ്. കമ്പ്യൂട്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസം തുടങ്ങി പൊതുവെ എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ് എന്ന് പറയാം. കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. കലാകാരന്മാർക്ക്, പൊതുവെ ഗായകന്മാർക്ക്, നൃത്തം, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. കഠിനാധ്വാനവും പ്രവർത്തന മികവുമൊക്കെ മിഥുനക്കൂറുകാർ പ്രകടിപ്പിക്കുക വഴി സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ദുരിതങ്ങളെയും പതുക്കെ പതുക്കെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ മിഥുനക്കൂറുകാർക്ക് സാധിക്കും. എന്തിൻ്റെയെങ്കിലുമൊക്കെ ആചാര്യസ്ഥാനം വഹിക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചും വളരെ നല്ല അനുകൂല സമയമാണ്. കുടുംബസൗഖ്യം, സൽകീർത്തി എന്നീ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പഴയ സ്ഥാപനങ്ങളും വീടുമൊക്കെ മാറി പുതിയ സ്ഥലത്തേക്ക് മാറാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അവയൊക്കെ പിന്നീട് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിലിലൊക്കെ ചില മിഥുനക്കൂറുകാർക്ക് അമിത ഭാരം ഉണ്ടായേക്കാം. സുഖവും സാമ്പത്തിക ക്ലേശവും ഒക്കെ മാറി മാറി അനുഭവപ്പെട്ടേക്കാം. മിഥുനക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് ദാനധർമാദികൾ നടത്തുക, ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാരാപുറവിളക്ക്, പായസ നിവേദ്യം എന്നീ വഴിപാടുകളെ നടത്തുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനം പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും ഒക്കെ രണ്ടാം ഭാവത്തിലെ സ്വാധീനം മൂലം വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അഷ്ടമരാശിയിലെ ശനിസ്ഥിതി മൂലം രോഗങ്ങളൊക്കെ അല്പം കുറയുന്നതാണ്. മധ്യവയസ്സിലുള്ളവർക്ക്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ കാലം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്നതിനുള്ള അനുകൂല സമയമാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങളും സന്തോഷവും ലഭിക്കുന്നതാണ്. അതോടൊപ്പം സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്ന കർക്കിടകക്കൂറുകാർക്കും അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിക്കഴിഞ്ഞ സംരംഭങ്ങളൊക്കെ വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കർക്കിടകക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ സാഹചര്യമുണ്ടാകും. ബന്ധുക്കളുമായി എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഭാവത്തിൽ ആലോചിച്ചൊക്കെ എല്ലാ കാര്യങ്ങളെയും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിലും പൊതുവെ സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകളൊക്കെ അവരുടെ കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് അനുകൂല സമയമാണ്. പൊതുവെ സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് എന്നർത്ഥം. ദൈവാനുകൂല്യം മൂലം കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. തൊഴിലൊക്കെ അന്വേഷിക്കുന്ന കർക്കിടകക്കൂറുകാർക്കും സെപ്റ്റംബർ മാസം അനുകൂലമാണ്. തൊഴിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക, മഹാവിഷ്ണുവിന് പാൽപായസം നിവേദ്യം നടത്തുക, ശിവഭഗവാന് കൂവളത്തില സമർപ്പിക്കുക എന്നിവയൊക്കെ ഗുണപ്രദമാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യപരമായും സാമ്പത്തികപരമായിട്ടും മെച്ചപ്പെട്ട അനുകൂല സമയമാണ്. കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബഹുജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നവർ, മെഡിക്കൽ മേഖലയിലെ പൊതുവായിട്ടുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ, IT മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കെല്ലാം കാലം അനുകൂലമാണ്. നേതൃസ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നവർക്കും ചിങ്ങക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. ഭൂമി വാങ്ങുന്നതിനും ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയത്തിനും അനുകൂല സമയമാണ്. വാഹനം വാങ്ങുന്നതിനും അനുകൂല സമയമാണ്. വീട് വാങ്ങുന്നതിനും ഒക്കെ, വീട് നിർമ്മിക്കുന്നതിനും ഒക്കെ അനുകൂല സമയമാണ്. സന്താനങ്ങൾക്ക് പഠനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാർക്കും അനുകൂല സമയമാണ്. ബന്ധുക്കളിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ഒക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കണ്ടകശനിക്കാലമാണ്. ജാതകത്തിൽ ശനി ദോഷമുള്ള വ്യക്തികൾക്ക്, ചിങ്ങക്കൂറുകാർക്ക് അല്പസ്വല്പമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ശനി ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഈശ്വരാധനം വർദ്ധിപ്പിക്കുന്നതിന് ക്ഷേത്ര ദർശനം നടത്തിയാൽ ഈ ദോഷങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്.
പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും നല്ല അനുകൂല സമയമാണ്. അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, സർപ്പപ്രീതി വരുത്തുക, കുടുംബ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം. കല, സാഹിത്യം, നൃത്തം, വിവിധ തരത്തിലുള്ള രചനകൾ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പാരിതോഷികങ്ങളൊക്കെ കൈവരുന്നതാണ്. താൽക്കാലികമായി തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർക്കൊക്കെ തൊഴിൽ ലാഭം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും സ്നേഹിതന്മാരിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അധ്യാപകരായിട്ടുള്ള കന്നിക്കൂറുകാർക്കും വളരെ നല്ല സമയമാണ്. നേതൃസ്ഥാനത്തേക്കൊക്കെ ഉയരാൻ ആഗ്രഹിക്കുന്ന കന്നിക്കൂറുകാർക്കും നിരവധിയായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. സർക്കാർ ജീവനക്കാരായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് പ്രമോഷനും ഉന്നത സ്ഥാന ലബ്ധിയും ഒക്കെ ലഭിക്കുന്നതാണ്. ചില ഉദ്യോഗാർത്ഥികൾക്ക് പഠനത്തിനുള്ള മികച്ച അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. പഠനകാര്യത്തിൽ നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന തൊഴിലൊക്കെ പുനരാരംഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അമിത ജോലിഭാരം ചിലപ്പോഴൊക്കെ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ സാമ്പത്തികമായി ചില നേട്ടങ്ങളും ഉണ്ടാകാം. ചെറിയ ചെറിയ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് കർമ്മമേഖല വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് സാമ്പത്തിക നേട്ടങ്ങൾ പല പ്രകാരേണ വന്നു ചേരുമെന്ന അർത്ഥം. പൊതുവെ കന്നിക്കൂറുകാർക്ക് ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് മുന്നോട്ട് നടന്നു പോകുന്നതുമാണ്. കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക, കൂടാതെ സർപ്പപ്രീതിയും വരുത്തുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകും നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് വീട് നന്നാക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയോ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പണം മുടക്കേണ്ട അവസരങ്ങൾ വന്നേക്കാം. അതൊക്കെ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകളായി പരിണമിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. തുലാക്കൂറുകാർക്ക് വ്യാഴം മറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങൾ പൊതുവെ അനുഭവപ്പെട്ടേക്കാം. ഭൂമി വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ബന്ധുജനങ്ങളുമായി ഒന്നിച്ച് സഹവസിക്കാനും സൽക്കാരവും ഒക്കെ നടത്താനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ ചില ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരും. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ചില പുതിയ സംരംഭങ്ങളൊക്കെ പുതിയതായിട്ട് തുടങ്ങുന്നതിനും ചിലതൊക്കെ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരേപോലെ വന്നേക്കാം. എന്നാൽ സർക്കാർ സഹായങ്ങളാലോ മറ്റ് മേഖലകളിലുള്ളവരുടെ സഹായങ്ങളാലോ ഈ സംരംഭങ്ങളൊക്കെ വിജയിപ്പിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കിടപ്പ് രോഗികൾ, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന തുലാക്കൂറുകാർ എന്നിവർക്കൊക്കെ അല്പം ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. ദൂരയാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. ഔദ്യോഗിക രംഗത്ത് ശോഭനമായിട്ടുള്ള സമയമാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കായിക രംഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. എന്നാൽ ധനം കൈകാര്യം ചെയ്യുന്ന തുലാക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പൊതുവെ മിശ്രിതമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക. അതായത് കുറച്ച് ലാഭവും അതേപോലെ നഷ്ടവും ഒക്കെ ഇടകലർന്ന് സാമ്പത്തിക രംഗം സമ്മിശ്രമായിട്ട് പോകുന്നതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാവൂ. മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പാൽപ്പായസം വഴിപാട് പോലെയുള്ള വഴിപാടുകളെ ശക്തിയുക്തം ചെയ്യുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ സമാധാനം ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യ സുഖവും ലഭിക്കും. സാമ്പത്തിക പരാധീനതകളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന വൃശ്ചികക്കൂറുകാർക്ക് അതൊക്കെ കുറച്ച് ഒഴിഞ്ഞു പോകുന്നതാണ്. പുതിയ വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടും മറ്റുമുള്ള നടപടികളൊക്കെ പുനരാരംഭിക്കുന്നതാണ്. കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മുതിർന്നവർക്ക് സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുട്ടികൾക്ക്, വിദ്യാർത്ഥികളായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്ക് പുതിയ കോഴ്സുകളിലൊക്കെ ചേരുന്നതിന് വേണ്ട നല്ല സാഹചര്യങ്ങൾ വന്നു ചേരുകയും അഡ്മിഷനൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയമൊക്കെ ലാഭകരമാകുന്നതാണ്. ലാഭത്തോടുകൂടി ഭൂമി വാങ്ങുന്നതിനുള്ള അവസരങ്ങളും വന്നു ചേരും. കലാ, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല അനുകൂല സമയമാണ്. ചില സമ്മാനങ്ങളൊക്കെ കരസ്ഥമാക്കുന്നതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. രോഗശമനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള മാസമാണ് എന്ന് സാരം. വേദന, നടുവേദന എന്നിവയൊക്കെ ഉണ്ടായിരുന്ന വൃശ്ചികക്കൂറുകാർക്ക് അതൊക്കെ കുറയുന്നതാണ്.
കുടുംബദേവതാ പ്രീതി നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാര, ഉറവുവിളക്ക് എന്നീ വഴിപാടുകളെ നടത്തുക, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി കുങ്കുമാർച്ചന വഴിപാടായി കഴിക്കുക. നമുക്കിനി ധനുക്കൂറുകാരുടെ സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ കൂടുതലായിട്ട് കാര്യങ്ങൾക്ക് അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ സാമ്പത്തിക ഞെരുക്കവും ഉണ്ടായേക്കാം. ശനി അനുകൂലത്തിലാണ്. അതുകൊണ്ട് തന്നെ മാനസികമായും കുടുംബപരമായിട്ട് ഒക്കെ ഉല്ലാസത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ എത്തുന്നതിനാൽ അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റവും പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളും ഒക്കെ തേടിയെത്തുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ വിഷയങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാകും. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്. ഊഹക്കച്ചവടങ്ങളൊക്കെ വഴി ധനനേട്ടം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. ആദ്യം ചിലപ്പോഴൊക്കെ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കുന്നതാണ്. സ്ഥലം മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്ന ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ ആദ്യം ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊക്കെ മാറി നല്ല അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. മുതിർന്നവർക്കും വിദ്യാഭ്യാസം തുടരുന്നതിനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ആയില്യ പൂജ നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം നിവേദ്യമായി നടത്തുന്നതും ഒക്കെ അനുകൂല ഫലത്തെ നൽകും. അടുത്തത് നമുക്ക് മകരക്കൂറുകാരുടെ സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളെ കൊണ്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ മേഖല എന്നീ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഈ മേഖലകളിലൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമാണ്. പഠന വിജയവും തൊഴിൽ ലാഭവും ഒക്കെ പറയേണ്ട സമയമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റവും ഒക്കെ ലഭിക്കാം. വീട് നന്നാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹമൊക്കെ ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ശരീരം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഔഷധ സേവയിലൂടെയും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതിന് അനുകൂല സമയമാണ്. ധനസമ്പാദന കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൂർവീയ സ്വത്തുകളൊക്കെ കൈവശം വരുന്നതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകും. കൃഷിക്കാരായിട്ടുള്ള മകരക്കൂറുകാർക്കും വളരെ അനുകൂല സമയമാണ്. ഗണപതി പ്രീതി വരുത്തുക, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക, തൃക്കൈവണ്ണ വഴിപാടായി കഴിക്കുക, ഇവയൊക്കെ ശുഭഫലത്തെ നൽകുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി വളരെ അനുകൂലത്തിൽ നിൽക്കുന്ന സമയമാണ്. ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമാണ്. എന്നിരുന്നാലും ക്ഷേത്രാധിപനായതുകൊണ്ട് തന്നെ ശനി ഗുണഫലങ്ങളെയും നൽകാം. കാര്യതടസ്സങ്ങൾ, രോഗദുരിതങ്ങൾ, വീഴ്ചകൾ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴവും ഇഷ്ടസ്ഥിതിയിലാണ്. ശനിയും സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉള്ള സമയമാണ് എന്ന് പറയാം. വീട്ടിൽ സമാധാനവും സന്തോഷവും ഒക്കെ കളിയാടുന്ന സമയമാണ്. സൽസന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വീട് നന്നാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വ്യവസായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കൃഷിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹം ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹം തന്നെ നടക്കാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സന്താനങ്ങൾക്ക് വേണ്ടി വീട് പണിയുന്നതിനോ വീട് നന്നാക്കുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന കുംഭക്കൂറുകാർക്കും അനുകൂല സമയമാണ്. സ്വദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല നല്ല നേട്ടങ്ങളും പുതിയ പുതിയ അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. വിവാദ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറേണ്ട സമയമാണ്. രാത്രികാലങ്ങളിലുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. രോഗികളായിട്ടുള്ള കുംഭക്കൂറുകാർക്കും ആശ്വാസം പകരുന്ന സമയമാണ്. കാലദോഷത്തെ ശനിപ്രീതിയിലൂടെ മാറ്റുവാൻ ശ്രമിക്കുക. മനസ്സിന് സുഖം ലഭിക്കുന്ന സമയമാണ്. ശാസ്താപ്രീതി വരുത്തുക, ശിവഭഗവാന് മൃത്യുഞ്ജയ മന്ത്രാർച്ചന നടത്തുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്, ഗുണഫലം വർദ്ധിപ്പിക്കുന്നതാണ്.
എന്നാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബ ജീവിതത്തിൽ വളരെയേറെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. 12-ൽ ശനി നിൽക്കുന്ന സമയമാണ്. എന്നാലും എല്ലാ കാര്യങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും കാലതാമസം ഉണ്ടാകും എന്ന് മാത്രം. ഇടവിട്ട് ജലദോഷം പോലെയുള്ള അലർജി രോഗങ്ങൾ, ഉപ്പൂറ്റി വേദന, കൈകാലുകൾക്ക് വേദന തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. വീട് നന്നാക്കുന്നതിനും പുതിയ ഭൂമി വാങ്ങുന്നതിനും കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിനും അനുകൂല സമയമാണ്. തന്റെ പുണ്യകർമ്മങ്ങളൊക്കെ മൂലം കുടുംബജീവിതങ്ങളൊക്കെ ഭദ്രമാകുന്നതാണ്. സർപ്പങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പുതിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ്. ഇടയ്ക്കൊക്കെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായേക്കാം. പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ശ്രമം നടത്താവുന്നതാണ്. ശനി 12-ൽ നിൽക്കുന്നതും വ്യാഴം മറഞ്ഞു നിൽക്കുന്നതും ഒക്കെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. മീനക്കൂറുകാർക്ക് അതെല്ലാം തരണം ചെയ്തു പോകാനായിട്ട് സാധിക്കും. വിവാഹപ്രായമായവർക്ക്, വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മുതിർന്നവരായിട്ടുള്ള മീനക്കൂറുകാർ ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയേക്കാം. സാങ്കേതിക വിദ്യയൊക്കെ അഭ്യസിക്കുന്ന മീനക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. പൊതുമേഖല സ്ഥാപനങ്ങളിലും IT മേഖലകളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇവരുടെയൊക്കെ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. മീനക്കൂറുകാർ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. സെപ്റ്റംബർ മാസം ഇവർക്ക് യാത്രയ്ക്ക് അനുകൂലമല്ല. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാട്ട് പാടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തെ പറയുവാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല നല്ല വീഡിയോകളും വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.